ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, വിരിയെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അതൊരു വലിയ സത്യമാണ്, പരമസത്യമാണ്. കാലമെല്ലാം കഴിഞ്ഞു പോകും. ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു തീരും. കഴിഞ്ഞ സമയങ്ങളൊന്നും ഇനി തിരികെ കിട്ടുകയില്ല. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. ഇന്ന് ഈ ഭൂമിയിൽ നാം കാണുന്നതെല്ലാം നശിച്ചു പോകും. ഭൂമിയും ഭൂമിയുടെ മേലുള്ള പണിപ്പാടുകളും ഭൂമിയുടെ കീഴിലുള്ളതായ ലോഹധാതു ലവളങ്ങളും എല്ലാം കത്തിപ്പോകും, എല്ലാം തീരും. എന്താ, ഈ ഭൂമി തന്നെ ഉടഞ്ഞ് തകർന്നു പോകും. പിന്നെ പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകും. തിരുവചനം പറയുന്നതാണ്, അക്ഷരീയമായി നിറവേറാൻ പോവുകയാണ്. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം നശിക്കും, അഴിയും, എല്ലാം തകർന്നു പോകും. തന്നെയല്ല, ഒരു പുതിയ യുഗം വിരിയും, പുതിയൊരു യുഗം തുടങ്ങും, പുതിയൊരു യുഗം. നാമോ തിരികെ വരാതെ അനന്തതയിലേക്ക് മറയും. അനന്തതയിലേക്ക്. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അനന്തത, അറ്റമില്ലാത്തൊരു കാലം, അറുതിയില്ലാത്തൊരു കാലം, അന്തമില്ലാത്തൊരു കാലം, നിത്യത. നാം ഓരോരുത്തരും മരണവഴിയായി കടന്നു ചെല്ലുന്നത് നിത്യതയിലേക്കാണ്. മരണവഴിയായ നിത്യതയിലേക്ക് നാം പ്രവേശിക്കും. നിത്യതയിലേക്ക് നാം ചെല്ലുമ്പോൾ ഇതുവരെയും കണ്ടില്ലാത്തതായ അനേകവരെയും കാര്യങ്ങളാണ് നാം കാണുന്നത്. നാം എല്ലാവരും ഒരേ സ്ഥലത്തല്ല ചെല്ലുന്നത്, ഒരേ വാതിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ ഒരേ സ്ഥലത്തല്ല ചെല്ലുന്നത്. ഒരേ വാതിൽ ഞാൻ പറഞ്ഞത് മരണമെന്ന വാതിൽ കൂടി നാം അപ്പുറത്തേക്ക് കിടക്കും. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഏത് പ്രായത്തിലാണെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം നാം മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അനന്തമായ നിത്യത, തീരാത്തൊരു കാലം നമുക്കുണ്ട്. ഇവിടുത്തെ ആയുസ് എന്ന് പറയുന്നത് കൂടി വന്നാൽ 100 വയസ്സ്. വളരെ അപൂർവം പേർക്കല്ലേ 100 വയസ്സുള്ളൂ. 80, 90, 100 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, കൊള്ളാം, ദീർഘായുസ്സെന്നൊക്കെ പറയാം. പരമാവധി വന്നാൽ 100 വയസ്സെന്ന് പറയട്ടെ. അതിലപ്പുറം ജീവിക്കുന്ന ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അത് ചുരുങ്ങിയൊരു കാലയളവാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതായ കാലം, നിത്യത എന്ന് പറയുന്നത് 100 അല്ല, 1000 അല്ല, 10,000 അല്ല, കോടാനുകോടി വർഷങ്ങളല്ല, തീരാത്ത കാലമാണ്. നമുക്ക് നോക്കിയാൽ നോക്കത്താത്ത അനന്തമായ അറ്റമില്ലാത്ത ഒരു കാലത്തേക്ക് നാം കടന്നു ചെല്ലും. നിത്യത എന്ന ലോകത്തേക്ക് കടന്ന്, നിത്യത അതൊരു വലിയ അത്ഭുതമാണ്. നിത്യത. ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി കോടാനുകോടി മനുഷ്യരുള്ളതാണ്. ഈ ഭൂമി എല്ലാം തകരും, ഇന്നുള്ളതെല്ലാം. വേദവസം പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. ഇന്ന് കാണുന്ന ഈ അന്തരീക്ഷം മുഴുവൻ പൊട്ടി തകർന്നു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും, മൂലപദാർത്ഥങ്ങൾ വെന്തഴിയും, എല്ലാം വെന്തു പോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഈ ഭൂമിയിലുള്ള പണിപ്പാടുകളെല്ലാം വെന്തു പോകും. എല്ലാം, ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. വലിയ നെടുകിടങ്ങൻ കെട്ടിടങ്ങളുണ്ടല്ലോ, എല്ലാം തകരും. ഉന്നതമായ പ്രാസാദജാലങ്ങൾ പോലെ മണിമാളികളുണ്ടല്ലോ, അതും തകരും. ഈ ഭൂമിയിൽ അനേകം വൃക്ഷങ്ങളും ലത സസ്യാദി വൃന്ദങ്ങളുമുണ്ട്, അതെല്ലാം തകരും, എല്ലാം തീരും. സംഭവിക്കാൻ പോകുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അത് നേരിട്ട് കാണാൻ പോവുകയാണ്. എല്ലാം തകരും. തന്നെയുമല്ല, ഈ ഭൂമിയുടെ അടിയിൽ എന്തെല്ലാമോ ചില ലോഹങ്ങളുണ്ട്, ചില ലവണങ്ങളുണ്ട്, ചില ധാതുക്കളുണ്ട്, മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്ട്സ്, എല്ലാം കത്തിപ്പോകും, ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. അതാണ് പത്രോസ് പറയുന്നത്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന്. കർത്താവ് വരുന്നത് കള്ളനെ പോലെ ഒഴിച്ചാൽ കർത്താവ് വരുന്ന സമയം അറിയാൻ വയ്യ. കള്ളൻ ഇന്ന നാഴികയ്ക്കാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നതുപോലെ നനച്ചു ചെയ്യാത്ത നാഴികയിൽ കർത്താവ് വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. മൂലപദാർത്ഥങ്ങൾ എല്ലാം, ഈ ഭൂമിക്ക് അടിയിലുള്ളതായ ഞാൻ പറഞ്ഞല്ലോ, ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം കത്തിയഴിയും.
ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ കാണുന്നതൊക്കെയും അഴിയാൻ നശിക്കാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം, എത്ര ഭക്തിയുള്ളവരായിരിക്കണം. ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും. ഞാനും മാറും, നിങ്ങളും മാറും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ യുഗം വിരിയും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപ്പാട് ദിവസം 21 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ കാണാം, ഒരു പുതിയ ആകാശം ഉണ്ടാകും, ഒരു പുതിയ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ വേദപുസ്തകത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. വേദപുസ്തകത്തിൽ 2000-ലേറെ വർഷം മുമ്പ് എഴുതി വെച്ചത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, പ്രകൃതിയിലുള്ളതായ അനേകം ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രജാലങ്ങൾ പലതും വഴി വീഴുകയും അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും എല്ലാം തകർന്നു പോവുകയും ചെയ്യുമെന്നെല്ലാം ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമുക്കൊന്നും മനസ്സിലാവുകയില്ല, എനിക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ ഇതെല്ലാം നശിക്കും. എന്നിട്ടൊരു പുതിയ യുഗം വിരിയും. 21-1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലൻ കാണുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. വരാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. കാണുന്ന ഈ ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതില്ല, കാണാനില്ല. സമുദ്രവും ഇനിയില്ല. സമുദ്രവും ഇനിയില്ല. നമുക്ക് മനസ്സിലാകുമോ? ഈ പറയുന്നതൊക്കെ മനസ്സിലാവുകയില്ല. സമുദ്രവും ഇനിയില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതോ എല്ലാം നശിച്ചു പോകും. അതിനെക്കുറിച്ചാണ് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും വെന്തടിയും. വൈക്കോൽ വെന്ത് അടിയുന്നത് പോലെ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം, അന്ന് വന്നിട്ടില്ല, വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. ശേഷിക്കുകയില്ല, കൊമ്പ് ശേഷിക്കുകയില്ല, മനുഷ്യരെല്ലാം ദഹിപ്പിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു ഭയാനകമായ, ആപൽക്കരമായ, ചിന്തിക്കാൻ വയ്യാത്ത ഒരു ദുരന്തത്തിലേക്ക് ഇന്നത്തെ ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനോ ഇതൊന്നും അറിയുന്നില്ല. ഒരു പ്രാവശ്യം കർത്താവ് ഒരു പാഠം തന്നതാണ്. അന്ന് മനുഷ്യരെല്ലാവരും വഷളന്മാരായി തീർന്നു. മോറലായിട്ട്, സാൻമാർഗീയമായിട്ട് അധപ്പതിച്ചു. അവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ അതിരുകളെല്ലാം വിട്ട് ഏറ്റവും ഹീനമായ ജീവിതത്തിലേക്ക് മനുഷ്യർ എല്ലാവരും ഇറങ്ങിപ്പോയി. അന്ന് ദൈവം നോക്കിയപ്പോൾ മനുഷ്യരെല്ലാം വഷളായി എന്ന് കണ്ടു. അന്ന് ദൈവം ചെയ്തു, ഈ ഭൂമിയെ കഴുകിയെടുക്കണം. ഇങ്ങനെയുള്ള മനുഷ്യരും പോകണം, ഈ ഭൂമിയെ കഴുകിയെടുക്കണം, ശുദ്ധീകരിച്ചെടുക്കണം. അതിനാണ് ജലപ്രളയം അയച്ചത്. ആകെ വലിയ ജലപ്രളയം, ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. ആകെ 8 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 8 പേർ മാത്രമേ ആ പ്രളയത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. നോഹയും നോഹയുടെ 3 ആൺമക്കളും നോഹയുടെ ഭാര്യയും ആൺമക്കളും 3 ഭാര്യമാരും മാത്രമേ ഉള്ളൂ. നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ 3 ഭാര്യമാരും. 8 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. മറ്റു എല്ലാ മനുഷ്യരും, കോടാനുകോടി മനുഷ്യർ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ വലിയ ജലപ്രളയം ഉണ്ടായപ്പോഴാണ് മെഡിറ്ററേനിയൻ കടലുണ്ടായത് എന്ന് ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മെഡിറ്ററേനിയൻ കടൽ മുൻപ് ഉണ്ടായിരുന്നില്ല. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വലിയ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ഇതാ വലിയൊരു കടലവിടെ ഉണ്ടായിരിക്കുന്നു. വലിയൊരു കടൽ, ഈ മധ്യധരണിയാഴി എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ സീ, അതുണ്ടായത് ജലപ്രളയത്തിന് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് വെള്ളം കൊണ്ട് ഭൂമിയെ കഴുകിയെടുത്തു. ഇനി കഴുകിയെടുക്കുന്നത് തീ കൊണ്ടായിരിക്കും. അഗ്നിയാലുള്ളൊരു കഴുകൽ, തീയാലുള്ളൊരു കഴുകൽ. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് ദിവസം 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം, 10-11 വാക്യങ്ങൾ വായിക്കാം. വേദപുസ്തകം പറയുന്നു, ആ കാലം എന്തെല്ലാമോ ചില അപകടങ്ങൾ ഈ ഭൂമിയിൽ വരാൻ പോവുകയാണ്. എന്താണെന്ന് ഇപ്പോൾ പറയാനൊക്കുകയില്ല. വേദപുസ്തകം പറഞ്ഞത് ഇത്രയേ പറയുന്നുള്ളൂ. ഒരു നക്ഷത്രം ഭൂമിയിലേക്കൊന്ന് വീഴുന്നു. ഒരു നക്ഷത്രം ഭൂമിയിലൊന്ന് വീഴുന്നു. വായിക്കാം, 10-ാം വാക്യം. മൂന്നാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 3-1 നീരൂറുകളിന്മേലുമായിരുന്നു വീണത്.
നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലുമായിരുന്നു ആ നക്ഷത്രം വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേർ. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. വെള്ളം കയ്പായി, കാഞ്ഞിരം കയ്പായതിനാൽ മനുഷ്യരും പലരും മരിച്ചുപോയി. വരാൻ പോകുന്ന സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയും വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട് കിടക്കുമ്പോൾ, ഏകാഗിയായിരിക്കുമ്പോൾ നിത്യനായ ദൈവം ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. മേലാൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ ശ്ലീഹായെ വിളിച്ചു. നീ കയറി വരിക എന്ന് പറഞ്ഞു. അങ്ങ് ഉയരത്തിലേക്ക് കയറിപ്പോയി. ശരീരം ഭൂമിയിലിരിക്കുകയാണ്, ഉയരത്തിലേക്ക് ആത്മാവ് കയറിപ്പോയി. എല്ലാം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തതിൽ ഒന്നാണ് ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് ഒന്ന് വീഴുന്നു. എന്നാണോ നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യരാരിതൊന്നും ചിന്തിക്കുന്നേയില്ല. ഈ എന്തെല്ലാമോ ചില അപകടങ്ങളോ അനർത്ഥങ്ങളോ അപായങ്ങളോ സംഭവിക്കുക എന്നുള്ള കാര്യം മനുഷ്യർ അറിയുന്നേയില്ല, ചിന്തിക്കുന്നേയില്ല. അതൊന്നും ചിന്തിക്കാൻ നേരമില്ല. ക്രമപ്രകാരമുള്ള പ്രാർത്ഥനകൾ ചൊല്ലും, നമസ്കാരം ചൊല്ലും, പള്ളിയിൽ പോകും, കുർബാന കൊള്ളും, കുർബാന അനുഭവിക്കും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മിൽ പലരും ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നേയില്ല. ചടങ്ങുകളായിക്കൊള്ളട്ടെ, അനുഷ്ഠാനങ്ങളായിക്കൊള്ളട്ടെ, പള്ളി വേണ്ടെന്ന് ഞാൻ പറയുകയില്ല. ഞാനും പള്ളിയിൽ പോകുന്ന മനുഷ്യനാണ്. എനിക്കുമുണ്ടൊരു ഇടവക പള്ളി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ഇന്ന് അനേകരും ഈ പള്ളിയിൽ പോകുന്നതും നമസ്കാരം ചൊല്ലുന്നതും മാത്രമാണ് ശരിയായ ജീവിതം എന്ന് ധരിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഇതിൻ്റെ എല്ലാം അർത്ഥം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് പള്ളിയിൽ പോകുന്നത്? എന്താണ് ആരാധന? എന്താണ് കുർബാന? എന്താണ് കുർബാന ഗീതങ്ങളുടെ അർത്ഥം? എന്താണ് പ്രാർത്ഥനാ ഗീതങ്ങളുടെ അർത്ഥം? എന്താണ് പ്രമിയോനുകളും സദരാകളും കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ആരും ചിന്തിക്കുന്നില്ല. അതിമനോഹരമായ ഗീതങ്ങൾ, നമ്മുടെ വിവാഹ ഉദാശയിൽ ചില ഗീതങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ തരിച്ചിരുന്ന് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചാലല്ലേ സന്തോഷം കിട്ടൂ. വെറുതെ കേൾവിയിലെ സന്തോഷം പോരല്ലോ. അർത്ഥം ഗ്രഹിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം അനുഭവിക്കുന്നത്. എന്ന് അനേകർ അർത്ഥം ഗ്രഹിക്കുന്നില്ല. എല്ലാം തകരും, ഒരു ദിവസം തകരും. കാഞ്ഞിരം എന്നൊരു നക്ഷത്രം വീണു. കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ അന്ന് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളൊരു വാക്കാണത്. അത് സിംബോളിക്കാണെന്ന് ഇംഗ്ലീഷിൽ പറയാം. സിംബോളിക്, പ്രതീകാത്മകമാണ്, പ്രതിരൂപാത്മകമാണ്. ഒരു പ്രതീകമായിട്ടാണ് കാഞ്ഞിരം എന്ന് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് വേറെ പറയാൻ കാരണം, ആ നക്ഷത്രം വീണപ്പോൾ ഭൂമിയിലുള്ള ജലരാശികളിൽ മൂന്നിലൊന്ന് കഴിച്ചുപോയി. മുഴുവൻ കഴിച്ചുപോയി. കുടിക്കാൻ കഴിഞ്ഞില്ല. ഒരു നക്ഷത്രം, കയ്പ്, കാഞ്ഞിരം എന്ന നക്ഷത്രം ഭൂമിയിൽ വീണു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ കയ്പ്? എന്താണ് ഈ കാഞ്ഞിരം? വരാൻ പോകുന്ന നക്ഷത്രം കയ്പ്, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇന്നെന്താണ് ഈ കയ്പ്? ഇന്ന് അനേകം കുടുംബങ്ങളിലും കയ്പാണ്, അനേകം കുടുംബങ്ങളിലും കാഞ്ഞിരമാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ എരിപുരിക്കൊള്ളുകയാണ്, അനേക ഹൃദയങ്ങൾ നീറി പുകയുകയാണ്. കയ്പാണ്. മധുരമെന്ന് വിചാരിച്ചു, പക്ഷേ കയ്പാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മധുരമെന്നാണ് വിചാരിച്ചത്, സന്തോഷമാണെന്ന് വിചാരിച്ചത്. വിവാഹ ജീവിതം സന്തോഷമാണല്ലോ. പക്ഷേ തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് വിവാഹം കഴിച്ച ആ ചെറുപ്പക്കാരന് മനോരോഗമുണ്ടെന്ന്. അതുവരെ ഏതോ ഗുളി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ വയലൻ്റ് ആകുന്നു. ഏതാനും ദിവസത്തേക്ക്, വിവാഹത്തിൻ്റെ ദിവസങ്ങളിൽ അവൻ ആ ഗുളി കഴിച്ചില്ല. നോക്കണേ എന്തൊരു ഗതികേട്. അവൻ ഇപ്പോൾ വയലൻ്റായി. ആ പാവം പെൺകുട്ടി അമ്പരപ്പിലായി. അവൾ ഒരു കാരണം കൂടാതെ തല്ലുകൊള്ളുകയാണ്. അവൻ അങ്ങ് ശൂരനായിട്ട്, കോപിഷ്ഠനായിട്ട് അവളെ തല്ലുകയും ഒതുരുകയും ചെയ്യുന്നു. അവൾ വീട് വിട്ട് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അപ്പം എൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നിർവാഹമില്ല. ആ കുടുംബം കലങ്ങി. ആ ചെറുപ്പക്കാരന് സുബോധമില്ലാതായി. പിന്നീട് അവൻ ഗുളി കഴിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള എത്ര സംഭവങ്ങളുണ്ട്. അവരൊന്ന് ഓർത്ത് നോക്കിയാൽ കയ്പുള്ള അനുഭവങ്ങൾ. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു ഓമനക്കുഞ്ഞിനെ ഗർഭം ധരിച്ചത്. പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നു ആ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടെന്ന്, എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ പാവം ആ സ്ത്രീ ആറ്റുനൂറ്റ് കിട്ടിയ ഒരു കുഞ്ഞിനെ, ഉദരത്തിൽ പേറിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ അത് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. ആ കുഞ്ഞ് ഏതോ ശാരീരികമായി കേടുള്ളതാണെന്നറിയുന്നു, ഏതോ അംഗഭംഗം ഉള്ളതാണെന്നറിയുന്നു. ഡോക്ടർ പറയുന്നു ആ കുഞ്ഞ് ഭൂമിയിൽ പിറന്നാൽ നടക്കുകയില്ല എന്ന് പറയുന്നു, മിണ്ടുകയില്ല എന്ന് പറയുന്നു. എന്തു ചെയ്യും? കയ്പായി, ജീവിതം കയ്പായി. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതീക്ഷയോടെയാണ് ജോലി കിട്ടിയത്. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു. ആയിടെ കല്യാണം കഴിച്ച അവൻ്റെ ഭാര്യ പാവം, അവൾ ഇത്ര യൗവനത്തിലെ വിധവയായിത്തീരുന്നു. കയ്പായി, വീട് കയ്പായി.
കയ്പിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, കയ്പേറിയ അനുഭവങ്ങൾ, ദുരിതം പിടിച്ച അനുഭവങ്ങൾ, തീരാത്ത കടം വന്ന് കയറിയിരിക്കുന്നു, കൊടുത്തു തീർക്കാൻ ഒരു മാർഗവും കാണുന്നില്ല. എത്രയോ കുടുംബങ്ങളാണ് പൈസയ്ക്ക് വെറുതെ കൊണ്ട് വിഷമിക്കുന്നത്, എത്രയോ വ്യക്തികളാണ് ഉരുകി ഉരുകി വലയുന്നത്. പ്രിയപ്പെട്ടവരെ, കയ്പേറിയ അനുഭവങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ. ഒരു കുഴപ്പവുമില്ല, ഭാര്യയും ഭർത്താവും നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, രണ്ടുപേർക്കും നല്ല ജോലി, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പനും അമ്മയും നല്ല ആരോഗ്യമുള്ളവർ, നല്ല ശാന്തമായ കുടുംബം, നല്ല ഒന്നിനും കുഴപ്പമില്ല, നല്ല ധനസമൃദ്ധി. പക്ഷേ അദ്ദേഹം 2 പേര് അധ്യാപകരാണ്, സ്കൂളിൽ വെച്ചൊരു കുഴപ്പമില്ല, നല്ല അധ്യാപകരെന്ന് പിള്ളേർക്ക് എല്ലാ അഭിപ്രായമുണ്ട്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും, ഒരു പിശാചായി മാറുകയാണ്. മറ്റാർക്കും അറിഞ്ഞുകൂടാ. ആ പാവ സ്ത്രീ തല്ലുകൊള്ളുകയാണ്. രാത്രി എപ്പോഴോ കിടന്ന് ഉറങ്ങുമ്പോൾ, രാത്രി ഉറക്കത്തിൽ അവൻ ചാടി എഴുന്നേൽക്കുന്നു. ആ പാവ സ്ത്രീയോട് പറഞ്ഞതാണ്. അവൻ ചാടി എഴുന്നേൽക്കുന്നു. അവൻ എഴുന്നേറ്റിട്ട് അവളോട് ചോദിക്കുന്നു, ആരാടി ഇപ്പോൾ ഇവിടെ വന്നത്? അയ്യോ, ഇപ്പോൾ ഈ അർദ്ധരാത്രിക്ക് ആര് വരാനാണ്? അല്ലല്ല, ഞാൻ കണ്ടു, ഒരാൾ വന്നത് ഞാൻ കണ്ടു, നീ ഇപ്പോൾ ആ വാതിൽ തുറന്ന് ഇറക്കി വിട്ട് ഞാൻ കണ്ടതല്ലേ? ഇല്ല, ആരും വന്നില്ല. വെറുതെ എന്നെ സംശയിക്കില്ലേ? വെറുതെ സംശയിക്കുന്നതല്ല, ഞാൻ കണ്ടിട്ടാണ് പറയുന്നത്. ആരാണെന്ന് പറ. അവൾ എന്ത് പറയും? അവൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആരാ വന്ന് എന്ന് പറയും. അദ്ദേഹത്തിന് തോന്നലുണ്ടാവുകയാണ്. അതൊരു ഹലൂസിനേഷനാണ്, അതൊരു മാനസിക വിക്ഷോഭമാണ്, മാനസിക രോഗമാണ്, സംശയ രോഗം, ജാരശങ്ക. അതൊരു പാവമാണ്, അതൊരു പിശാച് ബാധയാണ്. അനേകർക്ക് ഇതെല്ലാം ഉണ്ട്, പലർക്കും ഉണ്ട്, പലരും പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. പിശാച് ബാധ. ഭാര്യയെ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ സംശയിക്കുന്നു. അതിന് വേണ്ടത്, എത്രയും വേഗം വേണ്ടത്, ഒരു നല്ല മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണണം. ആ ഡോക്ടർ തരുന്നൊരു ചെറിയ ഗുളിക കഴിച്ചാൽ മതി, തീർന്നോളം, പേടിക്കാനില്ല. പക്ഷേ അത് അവൻ പറയും, എനിക്ക് രോഗമില്ല, നിനക്കാ രോഗം. അവൻ ഒരിക്കലും ചികിത്സിക്കാൻ സമ്മതിക്കുകയില്ല. ഈ രോഗത്തിൻ്റെ പ്രത്യേകത, രോഗത്തിൻ്റെ ലക്ഷണം തന്നെ ചികിത്സിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഈ രോഗമില്ല എന്നുള്ള ചിന്ത വരുന്നു എന്നുള്ളതാണ്. അത് ഉണ്ടാക്കുന്നതല്ല, അവൻ്റെ സ്വതവേ വരുന്നതാണ് മാനസിക രോഗം. കയ്പേറിയ കുടുംബജീവിതങ്ങൾ, കയ്പേറിയ ജീവിതം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയത്, തോറ്റുപോയി. വീണ്ടും റിപ്പീറ്റ് ചെയ്തു, തോറ്റുപോയി. മൂന്നാമത് എന്ത് ചെയ്യും? കയ്പായി, കുടുംബം കയ്പായി. അപ്പനും അമ്മയും കരയുന്നു, മോള് കരയുന്നു കണ്ട് അപ്പനും അമ്മയും കരയുന്നു. കുടുംബം കയ്പിലാണ്. സ്തോത്രം. എന്തെല്ലാം എനിക്ക് കേൾക്കണം നിങ്ങൾക്ക്? നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ അനുഭവം അതല്ലേ? കയ്പല്ലേ? കയ്പല്ലേ? ബാല്യം മുതൽ കയ്പ് പിടിച്ചവരാണ് അനേകരെ. ബാല്യം മുതൽ വിവാഹം കഴിഞ്ഞാൽ ഈ കയ്പും കഷ്ടപ്പാടൊന്നും മാറുമല്ലോ എന്നോർത്ത് വലിയ പ്രതീക്ഷയോടെ വിവാഹത്തിലേക്ക് നീങ്ങി. പക്ഷേ അത് വളരെ സങ്കടകരമായ സ്ഥിതിയിലേക്കായിപ്പോയി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, കയ്പേറിയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കാഞ്ഞിരുമെന്ന കയ്പ്, 3 ഭാഗം വെള്ളം കയ്പായിപ്പോയി. നിങ്ങളുടെ ജീവിതത്തിൽ കയ്പ് എങ്ങനെയെല്ലാമാണ് നിങ്ങളെ വന്ന് പിടികൂടും, നിങ്ങൾ കണ്ടുപിടിക്കൂ. ഈ കയ്പ് മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ് മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്കറിയാമോ അത്? യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ് മാറ്റാൻ കഴിയും. നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലെ വെറുതെ മാറ്റാൻ കഴിയും. നിങ്ങൾക്കറിയാമോ? സഹോദരങ്ങളെ, കയ്പേറിയ അനുഭവങ്ങൾ കൂടി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ, അപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടി, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾ, ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിക്കുന്ന പെൺകുട്ടികൾ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ പറയട്ടെ, എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. നിങ്ങൾക്കറിയാമോ പരിഹാരം? ഇതെന്താ പരിഹാരം നിങ്ങൾക്കറിയാമോ? കയ്പേറിയ ജീവിതത്തിൽ കയ്പ് മധുരമാക്കി തരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഞങ്ങൾ സുവിശേഷിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് സുവിശേഷം. കയ്പേറിയ ജീവിതത്തിൽ കയ്പ് മാറ്റി തരുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നമ്മിലേക്ക് പകർന്നാൽ നമ്മുടെ കയ്പ് മാറും, നമുക്ക് മധുരമാകും. ജീവിതം മാധുര്യമുള്ളതായിത്തീരും, ജീവിതം സ്നേഹോഷ്മളമായി തീരും, ഭാര്യാഭർത്തൃ ബന്ധം വളരെ സുദൃഢമായി തീരും, മാതാപിതാക്കളും മക്കളും ഒരു ഹൃദയമായി തീരും, ഒരു മനസ്സായി തീരും. അവിടെ തലമുറയുടെ വിടവുണ്ടാകില്ല. ജനറേഷൻ ഗ്യാപ്പ്, തലമുറയുടെ വിടവുണ്ടാകുകയില്ല. അപ്പനും മക്കളെല്ലാം ഒരു ഹൃദയമായി തീരും. എന്തൊരു ഭാഗ്യമാണത്! കുടുംബം ഐശ്വര്യമായി തീരും. എന്തിനെങ്കിലും ചില കുറവുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മറന്നുപോകും. അവിടെ സമാധാനം ഉണ്ടാകും. സമാധാനം വേണ്ടേ നിങ്ങൾക്ക്? ഈ സമാധാനം യേശുവിനെ വിളിക്കൂ. കയ്പ് മാറ്റി തരുന്ന ക്രിസ്തുവിനെ വിളിക്കൂ. മധുരം തരുന്ന ക്രിസ്തുവിനെ വിളിക്കൂ. സ്തോത്രം. യേശു ക്രിസ്തുവിനെ വിളിക്കൂ. നിങ്ങളതിനു വേണ്ടി നിങ്ങൾ സഭ മാറണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സഭ മാറണ്ട, പള്ളിയും മാറണ്ട, സമുദായവും മാറണ്ട, മതവും മാറണ്ട എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അങ്ങനെ പറയുന്നത്? മതം മാറി വന്നാൽ എങ്ങോട്ടാണ് വരുന്നത്? മതം മാറി, ശരി, മതം മാറി വന്നാൽ എങ്ങോട്ട് വരും?
മതം മാറി വന്നാൽ ഇന്നത്തെ ക്രിസ്തീയ മതങ്ങളിലേക്ക് വന്നാൽ ആത്മാവ് രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഇന്നത്തെ ക്രൈസ്തവ മതങ്ങളിലേക്ക്, നമ്മുടെ പള്ളികളിലേക്ക് വന്നാൽ ആത്മാവ് രക്ഷപ്പെടുമോ? നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഇന്ന് വഴക്കും പിണക്കവും അവിടെ പള്ളിയിൽ മധുബായി അലച്ചൻ കുർബാനയിൽ കൊണ്ടിരിക്കുമ്പോൾ അവിടെ പള്ളി മേടയിലിരുന്നു കൊണ്ട് മദ്യപിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന കമ്മിറ്റിക്കാർ അതിലെ പല പള്ളികളിലും ഇന്ന് പെരുന്നാൾ നടത്തി അതിൻ്റെ പേരിൽ കുറച്ച് രൂപ സ്വന്തമാക്കിയെടുക്കുന്ന ചില കൈക്കാരന്മാർ ഇന്ന് കൊണ്ടുപോവാ എന്ന് പറയുന്ന പള്ളികൾ എല്ലാം കവർപ്പിരിവുകൾ കൊണ്ടുപോവാ എന്ന് പറയുള്ളൂ. അങ്ങോട്ട് കൊടുക്കാൻ ആരുമില്ല. പാവപ്പെട്ടവൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. സാധുവിൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള നമ്മുടെ മതങ്ങളിലേക്ക് വന്നാൽ എന്ത് പ്രയോജനം? മനുഷ്യൻ മാറണം, ഹൃദയം മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ഹൃദയമാണ് മാറേണ്ടത്. നിങ്ങൾ പള്ളി മാറണ്ട, സമുദായം മാറണ്ട, നിങ്ങളുടെ സഭ മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. അത് നിങ്ങൾക്ക് മാറ്റാൻ ഒക്കുകയില്ല. ഇത് മേനഞ്ഞവൻ മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ഹൃദയം മാറ്റി തരുന്ന ക്രിസ്തു. അതൊരു വലിയ ആശ്വാസമാണ്. ഇന്നത്തെ കോപം മാറ്റി തരും. നിങ്ങളുടെ വീട്ടിൽ കോപമില്ലേ? പരസ്പരം ശണ്ടയില്ലേ? പരസ്പരം കലഹിക്കുന്നില്ലേ? പലപ്പോഴും കോപം അങ്ങ് കുമിഞ്ഞ് ഉയർന്ന് പൊന്തി വരുന്നില്ലേ? ഇല്ലേ? ചിന്തിച്ച് നോക്കൂ. ഹൃദയത്തിൽ കോപം പുകയുന്നില്ലേ? ചിലപ്പോൾ കടിച്ചമർത്തും, ചിലപ്പോൾ ഗർജിക്കും, അട്ടഹസിക്കും, ചീത്ത വാക്കുകൾ പറയും. നിയന്ത്രണമില്ലാതെ കോപിച്ച് ചീത്ത വാക്കുകൾ പറയും. കോപം കരി ചിലപ്പോൾ അടങ്ങാതെ വരുമ്പോൾ ചിലപ്പോൾ അടിക്കുകയോ പല ആക്രമണം ചെയ്യുകയോ ചെയ്യും. കോപം മനുഷ്യനിൽ നിന്ന് വശീകരിച്ചിരിക്കുന്ന ഭീകരമായ പാവമാണ് കോപം. ആരും ഒന്നും പാവമായിട്ട് കണക്കാക്കുന്നില്ല. മദ്യപാനമില്ല, വ്യഭിചാരമില്ല, മോഷണമില്ല, ദുർനടപ്പില്ല, അല്ലെങ്കിൽ കവർച്ചയില്ല, കൊലപാതകമില്ല, പിന്നെ പാവം. ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നതല്ല. കോപിക്കുന്ന മനുഷ്യൻ മഹാഭാവിയാണ്. കോപിക്കുന്ന മനുഷ്യൻ പിശാചിൻ്റെ അടിമയാണ്. സാത്താനാണ് അകത്ത് കിടന്ന് നിന്നെ കോപിപ്പിക്കുന്നത്. ദുരാത്മാക്കൾ വന്ന് കൈകൊട്ടി ചിരിക്കുകയാണ്. നീ കോപിക്കുമ്പോൾ സാത്താൻ്റെ സൈന്യങ്ങൾ ചിരിക്കുകയാണ്. സാത്താൻ രസമാണ്. അപ്പനും മക്കളും തമ്മിൽ കോപിച്ച് സംസാരിക്കുമ്പോൾ സാത്താൻ പുറകിൽ നിന്ന് ചിരിക്കുന്നു. അവനാണ് ഈ കെണി ഒപ്പിച്ചിരിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സണ്ട കൂടുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ പിശാച് നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. അവന് ദൂതന്മാർ നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. ദൈവത്തിന് മാലാഖമാരോ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ദൈവത്തിൻ്റെ 2 മക്കൾ, വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന 2 മക്കൾ, അവർ പരസ്പരം കലഹിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ അവിടെ നിന്നൊരു പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. അയ്യോ, മനുഷ്യർ തെറ്റി വരുന്നല്ലോ, നരകത്തിലേക്ക് പോകുന്നല്ലോ, കരയുന്നു. മാലാഖമാർ കരയുന്നു. നോക്കിയപ്പോൾ ഭൂമിയിൽ പിശാചുക്കൾ പുറകിൽ നിന്ന് ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ കയ്പ് മാറ്റാനുള്ള ഒരേ ഒരു പോംവഴി നിങ്ങളുടെ സ്വഭാവം മാറുന്നതാണ്. ആര് മാറ്റും? അതാണ് യേശു ക്രിസ്തു. കയ്പ് മാറ്റുന്ന ക്രിസ്തു, മധുരം തരുന്നത് ക്രിസ്തു, മധുരം തരുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളുടെ തീരുമാനമോടെന്ന് അറിയുന്നുവല്ലോ കർത്താവേ. ഈ മക്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ കർത്താവേ. ഈ മക്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ കർത്താവേ. സ്വർഗീയ പൗരത്വം നൽകണമേ കർത്താവേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ കർത്താവേ. അനുഗ്രഹമായ ഒരു നല്ല ശോഭനമായ ഭാവി കാലം അവർക്ക് നൽകണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.